തൊട്ടുപോരുത് അവളെ. മുഖമെല്ലാം വലിഞ്ഞു മുറുകി ഇത്രയും ദേഷ്യത്തോടെ നിൽക്കുന്ന കാശിയെ ആദ്യമായിട്ടാണ് തറവാട്ടിലുള്ളവർ കാണുന്നത്. കാശി, നീ ഇതിൽ ഇടപെടണ്ട. ഇത് ജാനകിയും ഗൗരിയും തമ്മിൽ തീർത്തോളും. ഇവിടെ തെറ്റ് ചെയ്ത ഗൗരിയ. അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി ആര് ചാർത്തിയാണെന്ന് അവൾ തുറന്നു പറയണം. അതുകൊണ്ട് ഈ മുത്തശ്ശി പറയുക, നീ ഇതിൽ ഇടപെടണ്ട. അപ്പോഴേക്കും സാന്ദ്ര കാശിയുടെ വലത് കൈ അവളുടെ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു, നാഥ്, നമ്മളിതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അത് അവർ തമ്മിൽ തീർത്തോളൂ. ബാക്കിയുള്ള കുടുംബാംഗങ്ങളാരും ഇതിൽ ഇടപെടുന്നില്ലല്ലോ. പ്ലീസ്, ഞാൻ പറയുന്ന കേൾക്ക്. കാശി സാന്ദ്രയെ നോക്കി. അവൾ പിടിച്ച കൈ പതിയെ വിടുവിച്ചു. എന്തൊക്കെയായിരുന്നു ഇവിടെ? ഗൗരിമോളെ കണ്ടുപിടിക്ക്, ഗൗരിയെ കണ്ടുപിടിക്കണം. ഇപ്പൊ എന്തായി? ഏതവനോ കെട്ടിയൊരു താലിയിട്ട് നടക്കിയായിരുന്നു. ഇവൾ ഇത്രയും കാലം നമ്മളെയൊക്കെ പറ്റിച്ചു. എങ്ങനെയൊക്കെയോ എൻ്റെ മകൻ്റെ ഭാഗ്യം കൊണ്ട് അവനങ്ങ് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇപ്പൊ ഏതവൻ്റെയോ വിഴുപ്പൻ്റെ പോലെ തലയിലാവുമായിരുന്നു. ഇതെല്ലാം കേട്ട് തറവാട്ടിലുള്ളവരുടെ തലയെല്ലാം താണു. ഗൗരിയുടെ കണ്ണുകൾ ഇടതടവില്ലാതെ നിറഞ്ഞുകൊണ്ടേയിരുന്നു. വിശാലം അത് പറഞ്ഞു കഴിഞ്ഞതും അടുത്തിരിക്കുന്ന മേശ മറിഞ്ഞു വീഴുന്നാണ് ബാക്കിയെല്ലാവരും കാണുന്നത്. കോപത്താൽ ജ്വലിച്ചിരിക്കുന്ന കാശിയെ കണ്ടതും അവിടെയുള്ളവരെല്ലാവരും ഒന്ന് പതറിപ്പോയി. കാശി പാഞ്ഞു വന്ന് ജാനകിയിൽ നിന്ന് ഗൗരിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ഒരാശ്രയം കിട്ടിയതുപോലെ ഗൗരി കാശി ഇറുകെ കെട്ടിപ്പണന്നു. കാശി വിശാലത്തിന് നേർക്ക് ചെന്ന് അവരുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇനി നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചാ നിങ്ങളുടെ ഈ പിഴച്ച നാവ് ഞാൻ വലിച്ച് പുറത്തിടും. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്നല്ലേ? എന്നാ കേട്ടോ, മാണിക്യമംഗലത്ത് കാശിനാഥനാ ഈ ഗൗരി ദേവിയുടെ കഴുത്തിൽ താലിയാത്തിയത്. ഇവൾ എന്റെ പെണ്ണ, എന്റെ ഭാര്യ, ഈ കാശിനാഥന്റെ മാത്രം ഗൗരി. കാശിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ട് എല്ലാവരും നിമിഷം സ്തംഭിച്ചു പോയി. സത്യമേതാ മിഥ്യതയാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. കാശിയുടെ അമ്മ ഓടി വന്ന് അവന്റെ കവിളിൽ ആഞ്ഞടിച്ചു. എന്താണ് നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? നീ എന്താ ഞങ്ങൾ കളിപ്പിക്കുകയാണോ? ആദ്യം വേറൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞു, അതിന് കാണാതായപ്പോൾ മുതൽ ഞങ്ങളോട് എല്ലാവരും അകലം പാലിച്ച് നിന്നു. പിന്നീട് അവൾ തിരിച്ചു വന്ന പറയുന്നു ഈ ഗൗരിയാണ് ഇപ്പൊ നിന്റെ ഭാര്യയെന്ന്. സാന്ദ്രയായിട്ട് നിന്റെ വിവാഹം ഉറപ്പിച്ചപ്പോ നീ എന്തുകൊണ്ട് പറഞ്ഞില്ല ഗൗരി നിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം? കൊള്ള, എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളെ ചതിക്കായിരുന്നല്ലേ? എന്താ നീ മിണ്ടാ നിൽക്കുന്നത്? ഉത്തരം പറ കാശി. എല്ലാ ഉത്തരങ്ങളും പറഞ്ഞതിന് ശേഷം മാത്രം നീ ഈ തറവാട്ടിൽ നിന്നാ മതി. കാശിയുടെ അമ്മ ദേഷ്യത്താൽ നിന്ന് വിറച്ച്, ആന്റിക്കും തറവാട്ടിലെ മറ്റംഗങ്ങൾക്കും നിങ്ങൾ ചോദിച്ചതിന്റെ എല്ലാ ഉത്തരങ്ങളും ഞാൻ തന്നാ മതിയോ? ഋഷി പറഞ്ഞു. അവരെല്ലാവരും ഋഷി പറയുന്ന കേൾക്കാൻ അവനെ ഉറ്റുനോക്കിയിരുന്നു. ഋഷി പറഞ്ഞു തുടങ്ങി, കാട്ടിൽ വെച്ച് ഗൗരി വിവാഹം കഴിക്കേണ്ട അവസ്ഥയുമല്ല. കാശിക്ക് ഗൗരിയോടുള്ള പ്രണയത്തെക്കുറിച്ചൊന്നും അവൻ അവിടെയുള്ളവരോട് അപ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തറവാട്ടിലുള്ളവർക്ക് ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു അവസ്ഥയിൽ ഗൗരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് കാശി അങ്ങനെ ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായി. എല്ലാം കേട്ട് കഴിഞ്ഞു കുറ്റബോധത്താൽ ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ ഗൗരി, നീ അമ്മയോട് ക്ഷമിക്ക്. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എൻ്റെ മോളെ ഒരുപാട് തല്ലിയല്ലേ. അമ്മയോട് ക്ഷമിക്കും മോളെ. അയ്യോ അമ്മേ, അമ്മ കരയരുത്. ഏത് അമ്മമാരും ചെയ്യുന്ന മാത്രമേ അമ്മയും ചെയ്തിട്ടുള്ളൂ. എനിക്കറിയാം ഗൗരിക്ക് വിഷമമൊന്നുമില്ല. അവൾ അവർക്ക് മുമ്പിൽ പഴയതുപോലെ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ച്. എത്രയൊക്കെ മനസ്സിൽ വേദനയുണ്ടെങ്കിലും അവളുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവൾ അവളുടെ അമ്മയുടെ മുഖത്തേക്കൊന്ന് ഉറ്റുനോക്കി. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഗൗരിയോടൊന്ന് ചോദിക്കായിരുന്നു എന്താണ് കാര്യം. ഗൗരി അമ്മ തന്നെ ഒന്നും മനസ്സിലാക്കില്ലല്ലോ എന്നുള്ള വേദന അപ്പോഴും അവിടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അല്ല, അപ്പൊ ഈ കല്യാണം അറിയാതെ അങ്ങ് സംഭവിച്ചു പോയതല്ലേ? പ്ലാനുകളൊന്നും ഫ്ലോപ്പായി പോയിട്ടില്ലെന്ന സന്തോഷത്തിൽ വിശാല എല്ലാവരുടെയും പറഞ്ഞു. ഈ സന്ദർഭത്തിൽ പറയാൻ പാടില്ല, എങ്കിലും ഞാൻ ചോദിക്കാം. എത്രയൊക്കെ പറഞ്ഞാലും ഒരു പുരുഷൻ താലി കെട്ടിയ പെൺകുട്ടിയല്ലേ? വേറെ ആരെങ്കിലും ഇനി ഗൗരിമോളെ കല്യാണം കഴിക്കോ? അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ കുടുംബത്തിലുള്ള ഏതെങ്കിലും പയ്യന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ അവർക്കത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം ഗൗരിമോൾ എല്ലാവർക്കും അറിയാലോ. പുറത്തുള്ളവർ ആരെങ്കിലും ആണെങ്കിൽ ഗൗരിമോളുടെ ജീവിതം എത്രയൊക്കെ സന്തോഷമാണെന്ന് പറഞ്ഞാലും പിന്നീട് അവിടെ ഒരു കരട് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അഗ്നിമോൻ ഗൗരിയെ വിവാഹം കഴിച്ചോളൂ. എല്ലാവരും എന്തു പറയുന്നു? വിശാല സന്തോഷത്തോടു കൂടി കുടുംബാംഗങ്ങളോട് ചോദിച്ചു. പക്ഷേ അവരുടെ സന്ദർഭത്തിനൊത്തുള്ള ഈ പെരുമാറ്റം അവിടെയുള്ള ആർക്കും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ കാശിമോനെ, നീ നിന്റെ പെണ്ണെൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ പറഞ്ഞാണെന്ന് എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിശാലം കാശിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതേ നാഥ്, അത് തന്നെയാണ് ശരി. ഇതൊരു കോയിൻസിഡൻ്റായി സംഭവിച്ചല്ലേ? ഗൗരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ അങ്ങനെ ചെയ്ത്? എനിക്കത് മനസ്സിലാവും. അല്ലാതെ പിന്നെ ആർക്കും മനസ്സിലാക്കാനാണ് നാഥ്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നാഥ്. അവിടെ കഴുത്തിൽ കിടക്കാൻ താലി അത് നീ അഴിച്ചു മാറ്റണം. ഒന്നും ഉണ്ടായിട്ടല്ല, നമ്മുടെ വിവാഹം ഉറപ്പിച്ചത്. അപ്പം നിന്റെ പേരിലുള്ളൊരു താലി മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ കാണുന്നു ലോകത്തിലുള്ള ഒരു പെൺകുട്ടിക്കും സഹിക്കില്ല. ഇപ്പം തന്നെ നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഗൗരിയുടെ കഴുത്തിൽ നിന്ന് ആ താലി ഊരിയെടുക്കണം. അത് കേട്ടതും അത്രയും നേരം തലതാഴ്ത്തി പിടിച്ചിരുന്ന ഗൗരി ഞെട്ടിത്തരിച്ച് കാശിയെ നോക്കി. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും പുറത്തേക്ക് വമ്പാൻ അവൾ സമ്മതിച്ചില്ല. ഈ താലി തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ പിന്നീട് ഗൗരി ഉണ്ടാവില്ലെന്ന് അവൾ മനസ്സാൽ ഉറപ്പിച്ചിരുന്നു. കാശി സാന്ദ്രയെ നോക്കി. പിന്നീട് ഗൗരിയുടെ അടുക്കിലേക്ക് നടന്നു നീങ്ങി.
കാശി ഗൗരിയുടെ അടുക്കിലേക്ക് നടന്നെത്തും തോറും കണ്ണുകൊണ്ട് അവൾ അരുതേന്ന് 1000 വട്ടം പറയുന്ന പോലെ കാശിക്ക് തോന്നി. പക്ഷേ കാശി അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ തോളിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് ചേർത്ത് നിർത്തി സാന്ദ്രയോടും കുടുംബാംഗങ്ങളോടായി പറഞ്ഞു, സാന്ദ്ര. കാശിയുടെ കൈകൾ ഗൗരിയുടെ ഷോട്ടിൽ നിൽക്കുന്ന കണ്ടപ്പോൾ സാന്ദ്രയുടെ കണ്ണിൽ പകയെരിഞ്ഞു. കാശിയെ തന്നെ അവൾ നോക്കി നിന്നു. സാന്ദ്ര, ഇപ്പം ഇവിടെ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളും ഉണ്ട്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകണം നീ. സാന്ദ്രയുടെ മുഖമാകെ പതിരി തുടങ്ങിയിരുന്നു. അവൻ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് അവൾക്ക് യാതൊരു അറിവുമില്ല. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പ്രണയാണെന്ന് പറഞ്ഞിരുന്നോ? അവൻ്റെ ആ ചോദ്യത്തിൽ സാന്ദ്ര ഒന്ന് പതിരി. ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പ്രണയമാണെന്ന് പറഞ്ഞിരുന്നോ? കാശിയുടെ സ്വരം ഒന്നുകൂടി കടത്തിയിരുന്നു. സാന്ദ്ര പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഇല്ല. അത് കേട്ടതും തറവാട്ടിലുള്ളവരും ഞെട്ടി. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കേൾക്കണം. എനിക്കൊരിക്കലും സാന്ദ്ര ഇഷ്ടമല്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം സാന്ദ്ര എൻ്റെ ഒരു സുഹൃത്ത് മാത്രമാണ്, ഋഷിയെപ്പോലെ. സാന്ദ്രയ്ക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ അവളുടെ ഇഷ്ടം തമാശയായി കരുതിയെങ്കിലും പിന്നീട് അത് സീരിയസ് ആയി മാറി. അവളുടെ വാശിക്ക് മുമ്പിൽ എനിക്ക് തോറ്റു കൊടുക്കേണ്ടി വന്നു. ആത്മഹത്യാ ഭീഷണി. അവൻ പുച്ഛത്തോടെ സാന്ദ്രയെ നോക്കി. ആ സംഭവത്തിന് ശേഷം എല്ലാം ഉൾക്കൊള്ളാൻ എനിക്ക് ഒരു സമയം തരണമെന്ന് ഞാൻ സാന്ദ്രയോട് പറഞ്ഞതാ. അത് സാന്ദ്ര സമ്മതിക്കുകയും ചെയ്തു. അന്നത്തെ ആ നശിച്ച രാത്രി എൻ്റെ ഒരു പാകപ്പിഴവ് കൊണ്ടാണ് സാന്ദ്ര കൊക്കയിലേക്ക് മറിഞ്ഞു വീണത്. അതിനുശേഷം എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. കാരണം ഒരു പാവം പെണ്ണിന്റെ ജീവിതം ചെറുപ്രായത്തിൽ പൊലിഞ്ഞു പോയതുള്ള കുറ്റബോധം. ആ കുറ്റബോധം കൊണ്ട് തന്നെയാ ഞാൻ ഈ തറവാട്ടിലുള്ളവരുമായിട്ട് ഒരകലം പാലിച്ച്. മാത്രമല്ല, ഞാൻ എല്ലാവരോടും അങ്ങനെയായി. പക്ഷെ അപ്പോഴും ഞാൻ സാന്ദ്രയെ പ്രണയിച്ചിട്ടില്ലായിരുന്നു. പിന്നീടാണ് ഗൗരി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന്. അന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഗൗരിയെ വിവാഹം ചെയ്യേണ്ടി വന്നിരുന്നുവെങ്കിലും പക്ഷെ പിന്നീടപ്പോഴും എനിക്ക് ഗൗരിയുടെ പ്രണയം തോന്നി തുടങ്ങിയിരുന്നു. തിരിച്ച് ഗൗരിക്ക് എന്നെ ഇഷ്ടമാണെന്ന് എൻ്റെ വിശ്വാസം. അത് കാശി ഗൗരിയുടെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞു. അവനങ്ങനെ പറഞ്ഞ ഗൗരി പതിയെ മുഖം താഴ്ത്തി. അതുകൊണ്ട് സാന്ദ്ര, ഞാൻ ഒരിക്കലും ഗൗരിയുടെ കഴുത്തിൽ കിടക്കാൻ താലി ഊരി മാറ്റില്ല. മറ്റാരെ കൊണ്ട് ഊരി മാറ്റാൻ ഞാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താ പിന്നെ അവന്റെ കാലനായിരിക്കും ഞാൻ. കാശി അത് അഗ്നിയെ നോക്കിക്കൊണ്ടായിരുന്നു പറഞ്ഞത്. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക, ഞാൻ പ്രണയിക്കുന്നുണ്ട് ഗൗരിയെ. അവളാണ് എൻ്റെ പാതി. എൻ്റെ ഭാര്യ മറ്റൊരുവന് വിവാഹം ചെയ്തു കൊടുക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. വിശാലത്തിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് കാശി അത് പറഞ്ഞത്. വിശാലത്തിന് തന്റെ മുഖത്ത് അടിയേറ്റ പോലെ തോന്നി കാശിയുടെ വാക്കുകൾ കേട്ട്. തറവാട്ടിലുള്ളവരുടെ മുഖത്ത് മനസ്സമാധാനം നിറഞ്ഞു. ഒരു പെണ്ണിനെ ചതിച്ചുകൊണ്ടല്ല കാശി ഗൗരിയുടെ കഴുത്തിൽ താലിയിട്ടെന്ന് അറിഞ്ഞപ്പോൾ അവർക്കും സമാധാനമായി. പക്ഷെ ഇതെല്ലാം കേട്ട് കനലെരിയുന്ന കണ്ണുകളോടെ സാന്ദ്ര ഗൗരിയെ നോക്കി നിന്നു. അവൾക്ക് ഗൗരി അപ്പോൾ തന്നെ കൊല്ലാൻ തോന്നി. ഇല്ല ഗൗരി, നിന്നെ ഞാൻ കാശിയുടെ കൂടെ ജീവിക്കാൻ അനുവദിക്കില്ല. അവൻ എൻ്റേതാ, എൻ്റേത് മാത്രം. സാന്ദ്ര അതും പറഞ്ഞ് പാഞ്ഞു വന്ന് ഗൗരിയുടെ കഴുത്തിൽ പിടിച്ച്. നിന്നെ ഞാൻ വിടില്ല. നാഥ് എൻ്റേതാ, എൻ്റേത് മാത്രം. അവൻ്റെ കൂടെ നിന്നെ സുഖിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. കഷ്ടപ്പെട്ട് നേടിയെടുത്താ ഞാൻ അവൻ്റെ പ്രണയം. അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതിന് നീയാണ് തടസ്സമെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. അതും പറഞ്ഞ് അവൾ ഗൗരിയുടെ കഴുത്തിൽ മുറുകെ പിടിച്ചു. ഗൗരിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്ന അവളുടെ പിടുത്തത്തിൽ. തറവാട്ടിലുള്ളവരെല്ലാവരും സാന്ദ്രയുടെ മറ്റൊരു മുഖം കണ്ട് പകച്ചു നിൽക്കുകയാണ്. പെട്ടെന്നുണ്ടായ അടിയിൽ സാന്ദ്ര ഒന്ന് വേയിച്ചുപോയി. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ കുറച്ച് സമയം വേണ്ടി വന്നു. അവളുടെ കവിളുകളെല്ലാം നീറി പുകയുന്നുണ്ടായിരുന്നു. അവൾ മുമ്പിലേക്ക് നോക്കിയതും സംഹാരരുദ്രനായി നിൽക്കുന്ന കാശിനാഥനെയാണ് കാണുന്നത്. ഗൗരി ശ്വാസം കിട്ടാതെ ആഞ്ഞു വലിച്ച് കാശിയുടെ നെഞ്ചിൽ തളർന്നതിനെ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ നെഞ്ചിൽ തന്റെ കൈകൊണ്ട് പതിയെ ഒഴിഞ്ഞു കൊടുത്തു. ഇതെല്ലാം കണ്ടതും സാന്ദ്രയാകെ അടിമുടി തകർന്നുപോയി. നാഥ്, നീ എന്നെ തല്ലിയല്ലേ? ഹൗ ഡെയർ യു! നിർത്തടി മോളെ. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാടി എന്റെ പെണ്ണിന്റെ മേൽ കൈവച്ചത്? കാശിനാഥന്റെ പെണ്ണിനെ തൊട്ട കൈ ഞാൻ അരിഞ്ഞെടുക്കേണ്ടതാ. പക്ഷെ നീ എന്തൊരു കൊളീകായതുകൊണ്ട് മാത്രം, കേട്ടല്ലോ, കൊളീകായതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ദേഷ്യത്താൽ അവന്റെ കണ്ണിലെ ഞരമ്പുകളിലെ രക്തവർണ്ണമായിരുന്നു ആ സമയം. സാന്ദ്രയ്ക്ക് അവന്റെ കണ്ണിലേക്ക് നോക്കാൻ ഭയം തോന്നി. എങ്കിലും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. കാശി, നീ ഓർത്തോ, നീ കൈവച്ച സാന്ദ്രയാ. നിനക്ക് ശരിക്കും ഈ സാന്ദ്ര അറിയാലോ. അങ്ങനെ ഇന്നലെ കണ്ടവളുമാർക്കൊന്നും ഒരിക്കലും വിട്ടുകൊടുക്കില്ല നിന്നെ. നീ എന്റേതാ, എന്റേത് മാത്രം. ഇനി നീ ഒരക്ഷരം മിണ്ടിയാൽ. ഋഷി സാന്ദ്രയ്ക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ചിലക്കാതെ ഇറങ്ങിപ്പോയി ഇവിടുന്ന്. നീ ഒറ്റൊരുത്തി കാരണം കാശിയുടെ ജീവിതം എങ്ങനെയായി മാറിയത്. നിന്റെ സ്വാർത്ഥത ഒന്നുകൊണ്ട് മാത്രം. എല്ലാം പിടിച്ചെടുക്കുന്നുള്ള നിന്റെ വാശി. അക്കാദമിക് കരിയറിൽ നീ ബെസ്റ്റ് ആയതുകൊണ്ട് നിന്റെ അന്നത്തെ പാറിപ്പറന്നുള്ള സ്വഭാവം കൊണ്ട് മാത്രം ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് കൂടെ കൂട്ടിയത്. അതൊരു വലിയ അബദ്ധമായി മാറിയെന്ന് പിന്നീടാ മനസ്സിലായത്. നിന്റെ ലൈഫിനെ കുറിച്ച് അറിഞ്ഞ് ഞങ്ങൾക്ക് നിന്നോട് സഹതാപം തോന്നി. പക്ഷേ ഞങ്ങൾക്ക് തോന്നിയ സഹതാപം മുഴുവൻ നീ മുതലെടുക്കാൻ തുടങ്ങി. ഇനി വേണ്ട. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് കറയില്ലാത്തൊരു സൗഹൃദ, അല്ലാതെ സ്വാർത്ഥതയല്ല. ഇനി മേലിൽ നീ ഞങ്ങളുടെ ആരുടെയും ലൈഫിലേക്ക് കയറി വരാൻ പാടില്ല. ദിസ് ഈസ് യുവർ ലാസ്റ്റ് വാണിംഗ്. ഋഷിയുടെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ കൂടിയായത് സാന്ദ്രയാകെ അപമാനഭാരത്താൽ തകർന്നുപോയി. അവൾക്ക് കാശിയോടും ഗൗരിയോടുമുള്ള പക ഇരട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം.
ഇനി എന്ത് നോക്കിക്കാടി, ഇറങ്ങി പോടി ഇവിടുന്ന്. കാശിയുടെ ആക്രോശമാണ് സാന്ദ്രയെ സ്വഭാവത്തിലേക്ക് എത്തിച്ച്. നീ ചെവിയിൽ നുള്ളിക്കാൻ നാഥ്. എന്നെ അപമാനിച്ച ഒന്നിനെയും സാന്ദ്ര വെറുതെ വിട്ടിട്ടില്ല. നിന്നെ ആ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നേടിയെടുക്കാൻ എനിക്കറിയാം. അതിന് ഗൗരിയുടെ നേർക്ക് പകരുന്ന കണ്ണുകളോട് അവൾ നോക്കിയത്. കാശി ഗൗരിയുടെ മുമ്പിൽ അവൾക്ക് മറയായി കയറി നിന്നു. അതിന് സാന്ദ്രത അവൻ നോക്കി പൂച്ചിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോയി. മോളെ ഗൗരി, നീ മുത്തശ്ശിയോട് ക്ഷമിക്ക്. പെട്ടെന്ന് നിന്റെ കഴുത്തിലൊരു താലി കണ്ടതും ഞാൻ ആകെ തകർന്നു പോയി. മോൾ എന്നോട് അരുത് മുത്തശ്ശി, അങ്ങനെയൊന്നും എന്നോട് പറയുന്നു. എനിക്കറിയാം ആർക്കായാലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. ഞാനൊന്ന് പോയി കിടക്കട്ടെ മുത്തശ്ശി, ഭയങ്കര തലവേദന. അതും പറഞ്ഞ് അവൾ ആരെയും ശ്രദ്ധിക്കാതെ മുകളിലേക്ക് കയറിപ്പോയി. അതെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാശിയുടെയും ഗൗരിമോളുടെയും വിവാഹം ഉടനടി നടത്തണം. എന്തായാലും കുട്ടിയുടെ അച്ഛനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ, എന്നിട്ടാവും ബാക്കി കാര്യങ്ങളെല്ലാം. എന്തു പറയുന്നു ജാനകി? അതെ അമ്മേ, അത് തന്നെയാണ് ശരി. മോനെൻ്റെ മകളെ കൊടുക്കാൻ എനിക്ക് എന്തായാലും പൂർണ്ണ സമ്മത. അരവിന്ദനാണെങ്കിൽ കാശി അറിയാലോ. എന്നിരുന്നാലും അരവിന്ദ് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. എന്നാൽ അങ്ങനെ ആവട്ടെ. അതും പറഞ്ഞ് മുത്തശ്ശി റൂമിലേക്ക് പോയി. ബാക്കിയുള്ളവരും മുത്തശ്ശിയുടെ തീരുമാനത്തെ അനുകൂലിച്ച് അവിടുന്ന് മാറി. കാശി, ഞാൻ ഓഫീസിലേക്ക് പോവാം. എന്തായാലും എനിക്കിപ്പോൾ ഒരു സമാധാനമുണ്ട്. എല്ലാവരും എല്ലാം അറിഞ്ഞല്ലോ. പറ്റുവാണെങ്കിൽ ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലും. അവൾ വല്ലാതെ തകർന്നുപോയി. ചെറിയൊരു പെൺകുട്ടിയല്ലേടാ അവള്. അതിന് ഇത്രയൊക്കെ മനോവിഷമം നൽകിയതിന് സാന്ദ്രയ്ക്ക് ദൈവം തിരിച്ചടി കൊടുക്കാണ്ടിരിക്കില്ല. അതിന് സാന്ദ്രയല്ലല്ലോ ഗൗരി വിഷമിപ്പിച്ച്, ഞാനല്ലേ ഋഷി. ഒരു വരണ്ട ചിരിയാൽ കാശി ഋഷിയോട് പറഞ്ഞു. എടാ, നീ മനഃപൂർവ്വം ചെയ്തല്ലോ. ഏതായാലും നീ ഒന്ന് പോയി സംസാരിക്കുക ഗൗരിയോട്. എന്നിട്ട് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്ക്. ഞാൻ ഇറങ്ങാം. അതും പറഞ്ഞ് ഋഷി ഓഫീസിലേക്ക് പുറപ്പെട്ടു. കാശി പതിയെ ഗൗരിയുടെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് പുറത്തെ ജനവാതിനുള്ളിലൂടെ പുറം കാഴ്ചയിൽ കണ്ടു നിൽക്കുന്ന ഗൗരിയാണ്. അവളുടെ അഴിഞ്ഞുലഞ്ഞ അലസമായി കിടക്കുന്ന നിതംബം വരെയുള്ള മുടി കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നല്ല ഉയരവും മെലിഞ്ഞ ശരീരപ്രകൃതവും അവളുടെ ഭംഗിയുടെ മാറ്റു കൂട്ടുന്നു. എത്രയൊക്കെ മെലിഞ്ഞിരുന്നാലും ആ ഉണ്ടക്കവളുകളിൽ എപ്പോഴും ചുണ്ടു ചേർക്കാൻ അവൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. അവൻ പതിയെ റൂമിലേക്ക് കയറി ഒച്ചയുണ്ടാക്കാതെ വാതിൽ ചേർത്തടച്ച് കുറ്റിയിട്ടു. പതിയെ ഗൗരിയുടെ അടുക്കിലേക്ക് ചെന്ന് അവളെ പുറകിലൂടെ കൈ ചേർത്ത് പുണർന്നു. കാശി അവനിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചതും അവളൊന്ന് കുതിരിമാറുക കൂടി ചെയ്തില്ല. ഒന്നും മിണ്ടുന്നില്ലെങ്കിലും ഗൗരിയുടെ തല അവൻ്റെ നെഞ്ചിലേക്കൊന്ന് ചാഞ്ഞു. അതുവരെ കാശിയുടെ മനസ്സിലുണ്ടായിരുന്ന സംഘർഷങ്ങളെല്ലാം അവിടെ ആ ഒറ്റ പ്രവൃത്തിയിൽ കൂടി അലിഞ്ഞില്ലാതെയായി. പരസ്പരം ഒന്നും സംസാരിക്കാതെ അവർ ഏറെ നേരം അതേ നിൽപ്പ് നിന്നു. കാശിയുടെ കൈകൾക്ക് മുകളിൽ അവളുടെ കൈകളും സ്ഥാനം പിടിച്ചിരുന്നു. ഗൗരി, നീ എന്താ എന്നോടൊന്നും സംസാരിക്കാത്തത്? നിനക്കിപ്പോഴും എന്നോട് വെറുപ്പാണോ ഗൗരി? ഞാൻ എൻ്റെ അവസ്ഥ നീ ക്ഷമിക്കില്ലേ മോളെ എന്നോട്? അതോ? അവനെന്തോ പറയാനൊരുങ്ങിയത് അവൾ തിരിഞ്ഞു നിന്ന് അവൻ്റെ വായുടെ മുകളിൽ തൻ്റെ കൈകൾ വെച്ച് അതിന് തടസ്സം സൃഷ്ടിച്ച്. കാശിയേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വെറുക്കേ അതെൻ്റെ കാശിയേട്ടനെ? കാശിയേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഗൗരി വെറുത്താൽ പിന്നെ ഈ ഭൂമിയിൽ ഗൗരി ജീവനോടെ ഉണ്ടാവില്ല. എൻ്റേതാ കാശിയേട്ടൻ, എൻ്റേത് മാത്രം. ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അവൾ അവൻ ഇറുകെ പുണർന്നുകൊണ്ട് നിറകണ്ണുകളോട് അവനോട് പറഞ്ഞു. ഇത്രയും ദിവസം ഞാൻ നീറിയ ജീവിച്ചത്. ഒരു പെൺകുട്ടിയെ വേദനിപ്പിച്ചിട്ട് അവളുടെ പ്രണയം തട്ടിയെടുക്കുന്നവളല്ലേ ഈ ഗൗരി. ഞാൻ സാന്ദ്ര ചേച്ചിക്ക് ഹൃദയം പറിച്ചെറിയുന്ന വേദനയോട് കൂടിയാണ് എൻ്റെ കാശിയേട്ടനെ കൊടുത്ത്. പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ പ്രാർത്ഥനയും നിസ്വാർത്ഥമായ പ്രണയം കൊണ്ട് എനിക്ക് ഭഗവാൻ എൻ്റെ കാശിയേട്ടനെ തിരിച്ച് നൽകിയിരിക്കുന്നു. പറ കാശിയേട്ടാ, ഇനി എന്നെ വിട്ടു പോയില്ലല്ലോ ഒരിക്കലും? അവൾ അവൻ്റെ ഷർട്ട് പിടിച്ചുലച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല മോളെ, നീ എൻ്റേതാ, എൻ്റെ ജീവൻ. ഗൗരി ഇല്ലെങ്കിൽ പിന്നെ കാശിനാഥനില്ല. അവർ പരസ്പരം ഇറുകെ പുണർന്നു നിന്നു. സന്തോഷത്താൽ അവരുടെ ഇരുകണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പക്ഷെ അവരറിഞ്ഞില്ല അകത്തളത്തിൽ അവർക്ക് കോപ്പുകൂട്ടുന്ന മരണക്കുഴികൾ രൂപാന്തരപ്പെട്ടു എന്ന കാര്യം. അകത്തേക്ക് ചവിട്ടിത്തുള്ളി വരുന്ന സാന്ദ്രയെ കണ്ടതും സോഫയിലിരിക്കുന്നവരുടെ മുഖത്ത് പുച്ഛത്തോടെയുള്ളൊരു ചിരി വിരിഞ്ഞു. അവൻ തൻ്റെ ഇരുകൈകളും കൊട്ടി അവളെ ക്ഷണിച്ചു വിളിച്ചു. വെൽക്കം വെൽക്കം മിസ് സാന്ദ്ര. അവസാനം നീ വന്നു അല്ലേ? പരാജയത്തിൻ്റെ മുൾക്കിരീടവും പേറി അവനൊരു പുച്ഛത്തോടെ പറഞ്ഞു. എന്തായിരുന്നു നിന്റെ അഹങ്കാരം? കാശി, ഓ സോറി, നാഥ്, നിന്റെ നാഥ്. അവൻ നിന്റെ എല്ലാമാണ്. ഞാൻ പറഞ്ഞ അവൻ എന്തും കേൾക്കും. ഇപ്പൊ എന്താടി പോളെ? എല്ലാ പ്ലാനും ഫ്ലോപ്പ് ചെയ്ത് അവളോട് വന്ന് നിൽക്കുക. തൻ്റെ എതിരെ നിൽക്കുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ കേട്ടത് സാന്ദ്രയ്ക്ക് തൻ്റെ ദേഷ്യം അടക്കാൻ സാധിച്ചില്ല. അവൾ അടുത്തുണ്ടായിരുന്ന ഫ്ലവർ വേസ് ദേഷ്യത്തോടെ നിലത്തേക്ക് എറിഞ്ഞുടച്ചു. വിൽ യു ബി ക്വൈറ്റ് ഫോർ എ വൈൽ? അവൾ തൻ്റെ മുടികൾക്കുള്ളിൽ ഇരുകൈകളും ഇട്ടുകൊണ്ട് അവനോട് ആക്രോശിച്ചു. ഇതെല്ലാം കേട്ടിട്ടും സാക്ഷാൽ ആൽബർട്ട് ബെഞ്ചമിന് യാതൊരു കുലുക്കവും ഇല്ലായിരുന്നു. അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സാന്ദ്രയൊന്ന് പൂച്ചിച്ചിട്ട് തിരികെ സോഫയിൽ വന്നിരുന്നു. കുറച്ച് സമയത്തേക്ക് ആ ഹാളിൽ നിശബ്ദം മാത്രം തങ്ങി നിന്നു.
സാന്ദ്ര. ആൽബർട്ടിന്റെ വിളി കേട്ടതും സാന്ദ്ര പതിയെ തലയുർത്തി അവനെ നോക്കി. നീ ഇങ്ങനെ തളർന്നാലോ സാന്ദ്ര? എന്റെ അനിയത്തി ഒരിക്കലും ഇങ്ങനെ തളരാൻ പാടില്ല. നിന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഈ ചായം കൂടെ നിന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് കാശിനാഥൻ എന്ന മഹാവൃക്ഷത്തെ നിനക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഞാൻ കരുതിയത്. പക്ഷേ എല്ലാം ഫ്ലോപ്പായി. അന്നത്തെ ആക്സിഡന്റ് നീ ശരിക്കും കോമയിലായെങ്കിലും പിന്നീടുള്ള നിന്റെ ചികിത്സയെല്ലാം USA-യിലായിരുന്നില്ലേ? അതിനുശേഷം റിക്കവറി ആയ നീ കാശി അന്വേഷിക്കാൻ നേരെ നമ്മുടെ ബിസിനസ്സിലേക്കല്ലേ ശ്രദ്ധിച്ചത്? നിന്റെ ഒരാളുടെ ഒരൊറ്റ വൈഭവം കൊണ്ടാ നമ്മുടെ ഡ്രഗ്സ് ഡീലിംഗ് എല്ലാം വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ആ കാശിനാഥൻ, അവന്റെ പേര് പറയുമ്പോൾ ആൽബർട്ടിന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. അവൻ കാരണം എനിക്ക് 5 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിന്നെ ഇറക്കി കളിച്ചത്. പക്ഷേ എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് നീ ഫ്ലോപ്പ് ചെയ്തു. ഞാൻ എന്ത് ചെയ്തെന്ന് ഇച്ചാൻ പറയുന്നത്? എല്ലാം അവൾ ഒറ്റൊരുത്തി, ആ ഗൗരി. അവൾ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും കാശി സ്വന്തമായേനെ. ഹിച്ചായൻ പറഞ്ഞ് ശരിയാ, ആദ്യം എനിക്ക് അവനോട് ഇത്തരം വാശിയായിരുന്നു അവന്റെ ഇഷ്ടം നേടിയെടുക്കുകയെന്ന്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഞാൻ അവനെ ശരിക്കും പ്രണയിക്കുന്നു. എനിക്ക് വേണം ഇച്ചായ കാശി. ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. പക്ഷേ അതിനെനിക്ക് മുന്നിൽ തടസ്സമായിട്ടുള്ള ഗൗരിയ. വെട്ടി മാറ്റണം അവളെ. സാന്ദ്ര ഒരു പകയോടെ ആൽബർട്ടിനോട് പറഞ്ഞു. നീ പേടിക്കേണ്ട സാന്ദ്ര, അവനെ നിനക്ക് ഞാൻ നേടിത്തരും. ഇപ്പൊ നീ റൂമിലേക്ക് ചെന്നൊന്ന് ഫ്രഷ് ആവും. അവളൊന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവൾ പോകുന്നത് നോക്കി ആൽബർട്ടിന്റെ മുഖത്തൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. അവളുടെ ഒരു പ്രേമം. കാശിനാഥൻ, അവനെ ഞാൻ നേർച്ചയ്ക്ക് വെച്ച മാടാ. ഇവളിലൂടെ അവനെ എൻ്റെ കൈക്കുള്ളിലാക്കാന്നാ ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ എല്ലാം ഫ്ലോപ്പായി. എന്തായാലും ഒരു തുറുപ്പ് ചീട്ട് കയ്യിൽ കിട്ടിയല്ലോ. കാശിനാഥൻ അട്ടപ്പട്ടലം തകർക്കാൻ ഗൗരി.